ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ നോമ്പ് തുറക്കാനൊക്കെ തരിക്കഞ്ഞിയും അഥവാ റവ കാച്ചിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാൽ നല്ല ടേസ്റ്റി, നല്ല കളർഫുള്ളും അതുപോലെ തന്നെ ഹെൽത്തിയുമാണിത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഈ പാനിലോട്ട് ഒരു 2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന റവയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ റവ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് പീൽ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി, അല്പം വെള്ളം ചേർത്തിട്ട്. ഇതിപ്പോൾ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ ഇതിലൊരല്പം പാലും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഇത് തന്നെ അരയ്ക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പാലും കൂടി ചേർക്കുന്നത്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ക്യാരറ്റിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം റവയെല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. റവയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകുമല്ലോ. ക്യാരറ്റും നമ്മൾ നേരത്തെ വേവിച്ചതാണല്ലോ. ഇനി അധികം ഇത് നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒന്ന് താളിച്ചൊഴിക്കുക മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് ആ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്, അതുകൊണ്ട് അത് ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് മൂപ്പിച്ചെടുത്ത ചെറിയുള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കണം, എന്നാലേ ഉള്ളൂ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇരുന്ന് കുറുകി പോവുകയാണെങ്കിൽ ഒരല്പം പാലൊഴിച്ച് നീട്ടിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെറൈറ്റി തരി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് എപ്പോഴും സാധാരണ തരി കാച്ചതൊക്കെയല്ലേ ഉണ്ടാക്കാറ് നോയമ്പ് തുറക്കാൻ നേരം. ഇനി ഇത്തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കളർഫുള്ളുമാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.